ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏക മലയാളി താരമാണ് പാലക്കാട്ടുകാരിയായ PU ചിത്ര. ഏഷ്യൻ ഗെയിംസിനേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ചിത്ര ദോഹയിൽ സ്വർണം നേടിയത്. ദോഹയിലെ ഞങ്ങളുടെ പ്രതിനിധി PC സൈഫുദ്ദീനുമായി ചിത്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ദോഹയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം PU ചിത്ര. ഇവിടെ സ്വർണം നേടിയ ഏക മലയാളി താരം കൂടിയാണ് PU ചിത്ര. ചിത്ര നമ്മോടൊപ്പം മീഡിയ വണ്ണിനോട് മത്സരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സ്വാഗതം. ആദ്യമായി അഭിനന്ദനങ്ങൾ PU ചിത്ര. എങ്ങനെയുണ്ടായിരുന്നു? എത്രമാത്രം ടൈറ്റായ ഒരു കോമ്പറ്റീഷനും വെല്ലുവിളിയായിരുന്നു? ഞാൻ മെഡൽ വരണമെന്ന് ആഗ്രഹിച്ചു, ഫസ്റ്റ് വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ എനിക്ക് വരുന്ന ഉറപ്പില്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ സെക്കൻഡ് വന്ന കുട്ടി അവിടെ ഏഷ്യൻ ഗെയിംസിന് സെക്കൻഡ് വന്നാണ്. ഇപ്പോൾ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സെക്കൻഡ് വന്നാണ്. ഞാൻ ഏഷ്യൻ ഗെയിംസിന് തേർഡാണ് വന്നത്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അപ്പോൾ എന്താവും എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് നിമിഷം വരെ എനിക്ക് ഒരു മെഡൽ വരണം എന്നുള്ള ഒരിതായിരുന്നു. പിന്നെ ലാസ്റ്റ് 200 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തപ്പോഴാണ് ഫസ്റ്റ് വന്നത്. അതുവരെ ഞാൻ കുറച്ചൊരു ഫസ്റ്റ് വരുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷെ വരണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അവസാനം അപ്പോൾ നന്നായി ഒന്ന് കുതിക്കാൻ കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു? ഫസ്റ്റ് കുറച്ച് സ്ലോ ആയിരുന്നു, റേസ് സ്ലോ ആയിരുന്നു. പിന്നെ കുറച്ച് എല്ലാവരും 18 പേരൊക്കെ ഉള്ളത് കാരണം കൊണ്ട് കുറച്ച് ഇടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഔട്ടറിലായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ലാസ്റ്റ് റേസ് എങ്ങനെയാവും, അതിൻ്റെ കൂടെ ലാസ്റ്റ് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ലാപ്പായപ്പോൾ കുറച്ച് എല്ലാവരും കുറച്ച് റേസ് കുറച്ച് സ്പീഡായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തേർഡ് പൊസിഷനിലെത്തി. പിന്നെ 300 കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡായി. പിന്നെ അപ്പോൾ ലാസ്റ്റ് 200 കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് ഫൈറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ അത് ഫസ്റ്റിലേക്ക് വന്നു. ഫൈറ്റ് ചെയ്ത് നോക്കി, അത് കയ്യിൽ പോകുന്നു. എന്തായാലും ഏഷ്യൻ ഗെയിംസിനേക്കാളും സമയം മെച്ചപ്പെടുത്തിയോ ഇപ്പോൾ? ഇല്ലില്ല, ഏഷ്യൻ ഗെയിംസിന് ഞാൻ 4:12 ഓടിയത്, ഇവർ 4:14 ഓടിയത്. കാരണം ഇവിടെ വന്ന് ഫസ്റ്റ് കുറച്ച് സ്ലോ ആയിരുന്നു റേസ്, അത് കാരണം കൊണ്ട് കുറച്ച് ടൈം മോശമായി. പക്ഷേ ലാസ്റ്റ് ഭയങ്കര റേസ് വന്ന് നല്ല സ്പീഡായിരുന്നു. എങ്ങനെയുണ്ട് ഈ ദോഹയിലെ ട്രാക്കും ക്ലൈമറ്റും ഒക്കെ ഒരു വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അനുകൂല കാലാവസ്ഥ തന്നെയാണോ എല്ലാം? ഇല്ല, പുറത്ത് ഭയങ്കര കാറ്റും ഇതൊക്കെയായിരുന്നു. ഇതിനകത്ത് വരുമ്പോൾ ഓടാൻ നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ട്രാക്കാണ്. എല്ലാവരും പറഞ്ഞു ഇതിന് മുമ്പ് ഈവൻ്റ് കഴിഞ്ഞവരൊക്കെ നല്ല ചെയ്യാൻ പറ്റുന്ന ട്രാക്കാണ്, മാക്സിമം ചെയ്ത് നല്ല ടൈം വരുന്ന ട്രാക്കാണെന്നൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഈ ട്രാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓടുമ്പോൾ കുഴപ്പം തോന്നി, നന്നായി ഓടാൻ പറ്റി. ഈ മലയാളികൾ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് സ്വർണം പ്രതീക്ഷിച്ചിരുന്നു, ഒത്തിരി ഒരു 3-ൽ കൂടുതൽ സ്വർണം പ്രതീക്ഷിച്ചിരുന്നു അനസിൽ നിന്നും ഒപ്പം ജിൻസണിൽ നിന്നൊക്കെ. പക്ഷേ ജിൻസണൊക്കെ എന്താ പറ്റിയെന്നറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏഷ്യാഡിൽ തേർഡായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അതിനേക്കാളും ഏഷ്യാഡിനേക്കാൾ കൂടുതൽ ഒരു പ്രിപ്പറേഷനും തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടായിരുന്നു വന്നത്. അതെ, തീർച്ചയായും. ഞാൻ ഏഷ്യൻ ഗെയിംസിൽ വിചാരിച്ച ടൈം ചെയ്യാൻ പറ്റില്ല, 4:12 ചെയ്ത്. ഇവിടെ വന്നിട്ട് 4:10 താഴെ ഓടണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ടൈം മെച്ചപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പൊസിഷൻ കഴിഞ്ഞ് ATF അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ഒന്ന് മലയാളികൾ ആരും വിചാരിച്ചത്ര നമ്മൾ മനുഷ്യന്മാരല്ലേ, യന്ത്രമായാലും എപ്പോഴായാലും ഒരു ഇതാകും. അപ്പോൾ അവർക്കൊക്കെ അവൻ്റേതായ പെയിൻ, ഇഞ്ചുറി ഒക്കെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് അവർ എല്ലാവരും തയ്യാറെടുപ്പിന് വന്നത്. എന്നാലും ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറിയൊക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ പേർക്കും ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനി എന്താണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വാഭാവികമായും വലിയൊരു അഭിമാനകരമായ നേട്ടം. അടുത്ത ഊഴം എന്താണ്? അടുത്ത ലക്ഷ്യം എന്താണ്? അടുത്ത വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ തന്നെ വെച്ച് നടക്കണേ, പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. കുറച്ചും കൂടി നല്ല ടൈം 1500 കുറച്ചും കൂടി നല്ല ടൈം ചെയ്ത് പോകണമെന്ന ആഗ്രഹം. തീർച്ചയായും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇവിടെ സ്വർണം നേടിയതോടുകൂടി ഇവിടെ തന്നെ നടക്കുന്ന ദോഹയിൽ ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തന്നെ സെപ്റ്റംബറിൽ നടക്കുന്ന വേൾഡ് അത്ലറ്റിക് മീറ്റിലേക്ക് നേരിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരു സന്തോഷ നിമിഷം കൂടി PU ചിത്രയ്ക്കുണ്ട്. ആദ്യമായിട്ടാണോ ഈ വേൾഡ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ പോകുന്നത്? അതെ, ആദ്യമായിട്ട്. ഇനി കിട്ടുമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഇനി ഒരു ഇൻട്രസ്റ്റ് കോമ്പറ്റീഷനും കൂടി ഉണ്ട്. അതിലെല്ലാം പെർഫോമൻസ് നോക്കിയിട്ടാണ് അവർ കൊണ്ടുവരുള്ളൂ. നമ്മൾ പരിഗണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മീറ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിന് മോശം പ്രകടനം കാഴ്ചവെച്ച് ഏത് ടീമിനായാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയൊരു ഇൻട്രസ്റ്റ് കൂടി ഉണ്ട്. അതും കൂടി ലാസ്റ്റ് ക്വാളിഫൈ ടൈം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ. അപ്പോൾ അതും ഇത് കീപ്പ് ചെയ്ത് നന്നായി ചെയ്ത് കുറച്ചും കൂടി നല്ല ബെറ്റർ ടൈം ചെയ്തിട്ട് വരണം എന്നാണ് ആഗ്രഹം. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മലയാളികളുടെ അഭിമാനമായി മാറിയതിന് ഒരുപാട് മലയാളികൾ ഇവിടെ ദോഹയിൽ, ഖത്തറിൽ പ്രവാസികളായുണ്ട്. അവർക്കൊക്കെ ഒരു അഭിമാന നേട്ടമാണ് തീർച്ചയായും ചിത്ര കൊണ്ടുവന്നിരിക്കുന്നത്. ചിത്രയാണ് നമ്മോടൊപ്പം മത്സര അനുഭവം പങ്കുവച്ചത്.